മലയാളികൾക്ക് ഏറെ സുപരിചിതയായ ഗായികയാണ് അമൃത സുരേഷ്. നടൻ ബാലയുമായുള്ള വിവാഹമോചനത്തോടെ താരത്തിന്റെ സ്വകാര്യ ജീവിതം വാർത്തകളിൽ നിറയാറുണ്ട്. നടൻ ബാലയും ഗായിക അമൃത സുരേഷും വീണ്ടും വാർത്തകളിൽ നിറയുന്നു. അമൃതയ്ക്കെതിരെ ഒരു അഭിമുഖത്തിൽ ബാല ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. ഇതിന് മറുപടിയുമായി അമൃതയും എത്തിയിരുന്നു. അമൃത തനിക്കെതിരെ പോസ്കോ കേസ് അടക്കം കൊടുത്തിരിക്കുന്നു എന്നാണ് അഭിമുഖത്തിൽ ബാല ആരോപിച്ചത്. ഒരച്ഛനെതിരെ പറയാൻ പാടില്ലാത്ത പല കാര്യങ്ങളും ഉൾപ്പെടുത്തിയാണ് അമൃത കേസ് കൊടുത്തത്. 1500 അനാഥ പെൺകുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എനിക്കെതിരെയാണ് അവർ അങ്ങനെ ഒരു കേസ് കൊടുത്തത്. പോസ്കോ കേസ് കൊടുത്തത് കാരണം ഞാൻ എല്ലാ സത്യങ്ങളും കോടതിയിൽ തുറന്നു പറഞ്ഞു. ഇതു സംബന്ധിച്ച് കോടതിയിൽ തെളിവ് സഹിതം കൊടുത്തിട്ടുണ്ട് എന്നും അഭിമുഖത്തിൽ ബാല പറയുന്നുണ്ട്. ഇതിനെതിരെയാണ് അമൃത രംഗത്ത് വന്നത്. ബാല പറയുന്നത് കളവാണെന്ന് അമൃതയുടെ അഭിഭാഷകർ പറയുന്നു. അഭിഭാഷകർക്കൊപ്പം ഫേസ്ബുക്കിൽ പങ്കുവച്ച വീഡിയോയിലൂടെയാണ് അമൃത ആരോപണങ്ങൾക്ക് മറുപടി നൽകുന്നത്. കുഞ്ഞിന്റെ രക്ഷിതാവായി അമൃതയെ നിശ്ചയിച്ച് ബാല സത്യവാങ്മൂലം നൽകിയിട്ടുണ്ട്. രേഖകൾ പ്രകാരം കുഞ്ഞിന്റെ അച്ഛൻ ബാല തന്നെയായിരിക്കുമെന്നും ഉടമ്പടിയിൽ പറയുന്നുണ്ട്. സ്കൂൾ രേഖകളിലെല്ലാം അങ്ങനെ തന്നെയാണുള്ളത്. അമൃതയ്ക്ക് മാത്രമാകും കുഞ്ഞിന്റെ ചുമതലയെന്നും പറയുന്നുണ്ട്. പ്രായപൂർത്തിയാകാത്ത കുഞ്ഞിന്റെ കാര്യങ്ങളിലൊന്നും ഇടപെടില്ലെന്ന് ബാല ഉടമ്പടിയിൽ സമ്മതിച്ചിട്ടുണ്ട്. ഇതൊന്നും വകവയ്ക്കാതെയാണ് ബാല ആരോപണമുന്നയിക്കുന്നത്. മകൾക്ക് 18 വയസ്സ് തികയുന്നതുവരെ അമ്മയാണ് കുഞ്ഞിന്റെ രക്ഷകർത്താവ്. എല്ലാ മാസത്തെയും 2-ാം ശനിയാഴ്ച രാവിലെ 10 മണി മുതൽ വൈകിട്ട് 4 മണി വരെ കോടതി വളപ്പിൽ വച്ച് ബാലയ്ക്ക് മകളെ കാണാം. മറ്റു വിശേഷ ദിവസങ്ങളിലോ ഉത്സവകാലത്തോ മകളെ കൊണ്ടുപോകാനുള്ള അനുവാദം ബാലയ്ക്കില്ലെന്നും അഭിഭാഷകർ പറഞ്ഞു. ഇനിയും ഉടമ്പടി ലംഘിച്ച് അമൃതയുടെ വ്യക്തിജീവിതത്തിൽ ഇടപെട്ടാൽ നിയമപരമായി തന്നെ മുന്നോട്ട് നീങ്ങുമെന്നും അമൃതയുടെ അഭിഭാഷകർ വ്യക്തമാക്കി.